സുഹൃത്തുക്കളെ, ഏറ്റവും പുതിയ പ്രൊമോയിൽ നമ്മൾ കാണുന്നത് പ്രേക്ഷകർ ഏറെ നാളായി കാത്തിരുന്ന ആ നിമിഷമാണ്. അതെ, നമ്മുടെ സ്റ്റാൻലി ഒടുവിൽ ബാലചന്ദ്രമേനോൻ്റെ സ്വന്തം വീട്ടിലേക്ക് വരികയാണ് കേട്ടോ. അവിടെ വെച്ച് അവർ രണ്ടുപേരും കണ്ടുമുട്ടുന്നതും അതിനുശേഷമുള്ള രംഗങ്ങളുമാണ് പ്രൊമോയിൽ പ്രധാനമായിട്ട് കാണിക്കുന്നത്. വർഷങ്ങൾക്ക് ശേഷം ഒരച്ഛൻ ആദ്യമായി തൻ്റെ സ്വന്തം മകളെ നേരിട്ട് കാണാൻ പോകുന്ന ആ രംഗം അതിമനോഹരമായിട്ടും ഹൃദയസ്പർശിയായിട്ടും ഈ സീരിയലിൽ കാണിക്കുന്നുണ്ട്. ഇത് കാണുമ്പോൾ തന്നെ നമുക്കൊക്കെ കണ്ണ് നിറയും. അത്രയും ഫീലിങ്സ് ഉള്ളൊരു സീനാണ് കേട്ടോ ഇത്. എന്നാൽ ഇതിനിടയിൽ കഥയെ സങ്കടക്കടലിലാക്കി മാറ്റുന്ന മറ്റൊരു രംഗം കൂടിയുണ്ട്. അലീന എല്ലാവരോടും യാത്ര പറയാനായിട്ട് വൈജയന്തിയെ കാണാനായിട്ട് പോകുന്നുണ്ട് കേട്ടോ. അവിടെ ചെന്ന് കഴിയുമ്പോൾ പതിവ് പോലെ തന്നെ വൈജയന്തി അലീനയ്ക്ക് നേരെ ഒരുപാട് ശാപവാക്കുകൾ ചൊരിയുന്നുണ്ട്. ക്രൂരമായ ആ വാക്കുകൾ കേട്ടിട്ട് സങ്കടം സഹിക്കാനാവാതെ പോകുന്ന നേരത്തെ അലീന പറയുന്ന ഒരു മറുപടിയുണ്ട്. അത് നമ്മുടെ നെഞ്ചൊക്കെ ആകെ തകർക്കും. നിങ്ങൾ 22 വർഷം മുമ്പ് ഒരു ജീവിതം ജീവിച്ച് തീർത്തില്ലേ ആണൊരുത്തൻ്റെ കൂടെ, ഇന്ന് മാഡം എനിക്ക് എൻ്റെ അമ്മയായിരുന്നു എന്ന് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് അലീന അവിടെ നിന്ന് പോകുന്നൊക്കെയുണ്ട്. അതിനുശേഷം വൈജയന്തിയോട് ഞാൻ പോട്ടെ എന്ന് ചോദിച്ച് യാത്ര പറഞ്ഞ് അലീന ഇറങ്ങുകയാണ്. അവിടെയുള്ള മുത്തശ്ശിയോടും മനുവിനോടും എല്ലാവരോടും അവൾ വളരെ വിഷമത്തോടുകൂടി യാത്ര പറയുന്നുണ്ട്. പ്രൊമോയുടെ അവസാന ഭാഗങ്ങളിൽ കാണിക്കണത് നമ്മുടെ ബബിത ഉണ്ടല്ലോ, ബബിതയൊക്കെ ഒരുപാട് സങ്കടപ്പെട്ട് ഭയങ്കര വിഷമിച്ച് നിൽക്കുന്ന സീനൊക്കെയാണ് ലാസ്റ്റ് കാണിക്കണത്. അപ്പോൾ ഇനി വരാൻ പോകുന്ന എപ്പിസോഡുകളിൽ നമുക്ക് എന്തൊക്കെയായിരിക്കും കാണാൻ പറ്റുക? അലീന ഇനി സ്റ്റാൻലിയുടെ കൂടെ പോകുന്നതും അവിടുത്തെ പുതിയ ജീവിതവും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും ഇനി കഥയെ മുന്നോട്ട് നയിക്കുക. അലീന പോയ സ്ഥിതിക്ക് വൈജയന്തിയുടെ അടുത്ത നീക്കം എന്താവും? അവർ ഇനി എങ്ങോട്ട് പോകും? ഇതൊക്കെ കാണാൻ നമ്മൾ ഇനിയും കാത്തിരിക്കണം. എന്തായാലും വരും എപ്പിസോഡുകൾ തകർക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. ബൈ.